എല്ലാവർക്കും PSC അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 6-ലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാമത്തെ ചാപ്റ്ററായ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ്. അധ്യായം 7 ഭൂഖണ്ഡങ്ങളിലൂടെ. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന അഭിലാഷ് ടോമിയുടെ കൃതിയുടെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ ആരുടേതാണ്? അഭിലാഷ് ടോമി. നമുക്കറിയാം അഭിലാഷ് ടോമി എന്ന് പറയുന്നത് കടലുകളെല്ലാം യാത്ര ചെയ്ത് മാതേയി എന്നൊരു പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഇന്ത്യക്കാരനും മലയാളിയുമായിട്ടുള്ള ഒരാളാണ് ആര്? അഭിലാഷ് ടോമി എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു യാത്രാവിവരണം, അദ്ദേഹം എഴുതിയ യാത്രാവിവരണം, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് വായിക്കാം. ചരിത്രത്തിലേക്ക് പായ്ക്കപ്പലോടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി. ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. അദ്ദേഹം തന്നെയാണ് പോയത്. പക്ഷെ അദ്ദേഹം ഇവിടെ പറയുന്നത്, ഞങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ഈ മാതേയി എന്ന പായ്ക്കപ്പലിനെ കുറിച്ചാണ്. മാതേയി എന്ന പായ്ക്കപ്പലിലാണ് അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചു വന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് മാതേയിയെയും പിന്നെ അദ്ദേഹത്തിനെയുമാണ്, അഭിലാഷ് ടോമി. നോക്കാം. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട യാത്രാനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ് ടോമി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അദ്ദേഹം. സമുദ്രങ്ങളിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനതു സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പരബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കമാൻഡർ അഭിലാഷ് ടോമി ലോകം ചുറ്റി വന്നതുപോലെ നമുക്കും ഒരു ലോകസഞ്ചാരം നടത്തിയാലോ? അപ്പോൾ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണം ആരുടേതാണ്? വെരി വെരി ഇമ്പോർട്ടൻ്റ്. ആരുടേതാണ്? കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ അഭിലാഷ് ടോമിയുടെ യാത്രാവിവരണമാണ്. അഭിലാഷ് ടോമിയുടെ പായ്ക്കപ്പലിൻ്റെ പേരെന്താണ്? മാതേയി. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. ഓരോ ഭൂഖണ്ഡത്തിനും തനതായ ഭൂമിശാസ്ത്ര സവിശേഷതകളുണ്ട്. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. എന്താണ് ഭൂഖണ്ഡങ്ങൾ? സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. ഇനി ഓരോ ഭൂഖണ്ഡങ്ങളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചുവടെ തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇതേതാണ്? ഈ ഭൂഖണ്ഡത്തിൻ്റെ പേരെന്താണ്? ഇത് ഏത് ഭാഗമാണെന്ന് നോക്കി നിങ്ങൾ. അമേരിക്കയുടെ അല്ലേ? അപ്പോൾ ഇത് വടക്കേ അമേരിക്ക. ഇത് ഏത് ഭൂഖണ്ഡമാണ്? വടക്കേ അമേരിക്കയാണ്. ഇനി ഇത് തെക്കേ അമേരിക്ക. ഇതേതാണ്? അതായത് ഈ ഭാഗം യൂറോപ്പാണ്. ഇത് ഇന്ത്യ ഉൾപ്പെടുന്ന ഇത്രയും ഭാഗമാണ് ഏഷ്യ. ഇതേതാണ്? ഈ കിടക്കുന്നത് ആഫ്രിക്ക. ഇതാണ് ഓസ്ട്രേലിയ. ഓക്കെ. അപ്പോൾ എത്രയെണ്ണാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? 1, 2, 3, 4, 5, 6. ഇനി ഒരെണ്ണോടെ ഉണ്ട്. ഇത് ഈ വെളുത്ത് കിടക്കുന്നത് അന്റാർട്ടിക്ക. അങ്ങനെ 7 ഭൂഖണ്ഡങ്ങൾ അല്ലേ? ഇപ്പോൾ എത്ര എണ്ണമാണ്? 2, 4, 6, 7 ഭൂഖണ്ഡങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, താഴെയുള്ളത് അന്റാർട്ടിക്ക. അങ്ങനെ 7 ഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ.
വലുപ്പത്തിൽ ഒന്നാമൻ. ഇതിൽ നിന്ന് തന്നെ കാണുമ്പോൾ അറിയാം വലുപ്പത്തിൽ ഒന്നാമൻ ഏതായിരിക്കുന്നു. നോക്കിക്കേ, ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏതാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം? ഏഷ്യ. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഫുൾ കരഭാഗം എടുക്കുകയാണെങ്കിൽ അതിൽ 1/3 ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? ഏഷ്യയുടേതാണ്. 1/3 ഭാഗം ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ഇവിടെ നല്ല വൃത്തിയായിട്ട് കളർ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓരോ ഭൂഖണ്ഡങ്ങളുടെയും നോക്കാം. ഇത് നോക്കിയാൽ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, പിന്നെ ഇവിടെയുള്ളത് അന്റാർട്ടിക്ക. അപ്പോൾ ഇത്രയുമാണ് ഭൂഖണ്ഡങ്ങൾ. ഈ ഓരോ ഭൂഖണ്ഡങ്ങളും പല രാജ്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഏഷ്യയുടെ ഈ ചിത്രം നോക്കിയിട്ട് ഏഷ്യയുടെ അതിരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കിഴക്ക് ഭാഗം തന്നിട്ടുണ്ട്. ഏതാണ് ഇവിടെ കിഴക്ക് ഭാഗത്ത്? ഏഷ്യയുടെ കിഴക്ക് ഭാഗം പസഫിക് സമുദ്രമാണ്. കിഴക്ക് ഭാഗം ഏതാണ്? പസഫിക് സമുദ്രം. പടിഞ്ഞാറ് ഭാഗം ഏതാണ്? യൂറോപ്പ്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗമാണ് യൂറോപ്പ്. വടക്ക് ഭാഗം ഏതാണ്? ഒന്ന് നോക്കിക്കേ. വടക്ക് ഭാഗം എന്താണ് കാണുന്നത്? ആർട്ടിക് സമുദ്രമാണ്. വടക്ക് ഭാഗത്ത് കാണുന്നത് എന്താണ്? ആർട്ടിക് സമുദ്രമാണ്. ആർട്ടിക് സമുദ്രം. അങ്ങനെയാണെങ്കിൽ തെക്ക് ഭാഗം നോക്കിക്കേ. ഏഷ്യയുടെ തെക്ക് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ? ഇന്ത്യൻ സമുദ്രമാണ് തെക്ക് ഭാഗം. അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിൻ്റെ അതിരുകൾ. അപ്പോൾ എല്ലാത്തിൻ്റെ അതിരുകൾ അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏഷ്യയുടെ അറിഞ്ഞിരിക്കണം. അറിയുക എന്ന് പറയുന്നത് കാണാതെ പഠിച്ചറിയണമെന്നില്ല. നമുക്ക് ഈ ഒരു വേൾഡിൻ്റെ മാപ്പ്, ഈ മാപ്പിൽ നിന്ന് ഒരു ചെറിയൊരു ഓർമ്മയുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒന്ന് നോക്കി പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെ അതിരുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വേൾഡ് മാപ്പ് ഒന്ന് മനസ്സിലാക്കുക, മനസ്സിലോട്ട് ഒന്നെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്തൊക്കെയാണ് അവിടെ മുകളിലെന്താ താഴെ എന്താന്നൊക്കെയുള്ളത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കി, ഏഷ്യയുടെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രം, തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ഭാഗത്ത് പസഫിക് സമുദ്രം. ഒരു കരാതിർത്തിയേ ഉള്ളൂ. അതേതാണ്? യൂറോപ്പ്. കര വരുന്ന ഒരു ഭൂഖണ്ഡം ഏതാണ്? അത് പടിഞ്ഞാറ് ഭാഗത്ത് യൂറോപ്പ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അത് എഴുതി വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. ഏഷ്യയുടെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കരാതിർത്തിയുള്ളത്? നമ്മൾ കണ്ടു. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കരാതിർത്തിയുള്ളത്? പടിഞ്ഞാറ് ഭാഗത്താണ് കരാതിർത്തിയുള്ളത്. അപ്പോൾ എഴുതി വച്ചേക്കുക. ഏത് ഭാഗത്താണ്? പടിഞ്ഞാറ് ഭാഗത്താണ് കരാതിർത്തിയുള്ളത്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂറൽ പർവ്വതനിരകൾ. ഈ യൂറൽ പർവ്വതനിരകളാണ് ഏതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ആ ഏഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരേ ഒരു കരാതിർത്തിയായിട്ടുള്ള ഭൂഖണ്ഡം, അത് യൂറോപ്പിൻ്റേതാണ്. അത് ഏത് തമ്മിലാണ്? അതിൻ്റെ ആ കരാതിർത്തി എന്ന് പറയുന്നിടത്ത് കാണുന്ന പർവ്വതനിര ഏതാണ്? യൂറൽ പർവ്വതനിരകളാണ്. യൂറൽ പർവ്വതനിരകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. യൂറൽ പർവ്വതനിരകൾ. ഇനി എന്തൊക്കെയാണ് ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഏഷ്യയിലാണ്. നമുക്കറിയാം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാലയ പർവ്വതത്തിലാണ്. ആ ഹിമാലയ പർവ്വതം ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. അത് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതത്തിലാണ്. ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യയിലാണ്. പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? യാങ്സി. ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? യാങ്സി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി. അടുത്തത് മരുഭൂമികൾ.
വളരെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശമാണ് മരുഭൂമികൾ. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നവ ഉഷ്ണമരുഭൂമികളെന്നും അതിശൈത്യം അനുഭവപ്പെടുന്നവ ശീതമരുഭൂമികളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ശീതമരുഭൂമിയുമുണ്ട്, ഉഷ്ണമരുഭൂമിയുമുണ്ട്. ശീതമരുഭൂമിയിൽ എന്താണ് അതികഠിനമായ ശൈത്യമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉഷ്ണമരുഭൂമിയിലാണെങ്കിൽ അതികഠിനമായ ചൂടായിരിക്കും അനുഭവപ്പെടുന്നത്. അങ്ങനെ രണ്ട് രീതിയിൽ, എല്ലായിടത്തും ചൂടല്ല മരുഭൂമിയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന മരുഭൂമിയുണ്ട്, അതിശീത മരുഭൂമി, അതിഉഷ്ണം അനുഭവപ്പെടുന്നതുണ്ട്, അതാണ് ഉഷ്ണമരുഭൂമി. ഇനി സമതലങ്ങൾ. ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. അവ പൊതുവെ ഫലഭൂയിഷ്ടങ്ങളാണ്. ഏറെക്കുറെ നിരപ്പായ വിശാലമായ ഭൂപ്രദേശങ്ങൾ, അതാണ് സമതലങ്ങൾ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടവയാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ എങ്ങനെയാണ്? ഫലഭൂയിഷ്ടങ്ങളാണ്. അടുത്തതാണ് പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോട് കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോട് കൂടിയതുമായ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. അതായത് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉയർന്നിരിക്കും, ആ ഉയർന്ന ഭാഗം എങ്ങനെയായിരിക്കും? നല്ല നിരപ്പായ ഉപരിതലത്തോട് കൂടിയതായിരിക്കും. അതാണ് എന്ത്? പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. ലഡാക്ക് എന്ന് പറയുന്ന ഒരു ശീതമരുഭൂമിയാണ്. ലഡാക്ക് എന്ന് പറയുന്നത് ഏഷ്യയിലെ ശീതമരുഭൂമിയാണ്. താഴ്വരയ്ക്ക് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് യാങ്സി. കാരണം യാങ്സിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, യാങ്സി നദി. അപ്പോൾ ആ യാങ്സി നദി കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടി ഉണ്ടായ സമതല പ്രദേശമായിരിക്കും ഏത്? ഈ താഴ്വര എന്ന് പറയുന്നത്. പിന്നെ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി. ഏഷ്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഹിമാലയം എന്താണ്? അത് പർവ്വതനിരയാണ്. എന്താണ് ഹിമാലയം എന്ന് പറയുന്നത്? പർവ്വതനിരയാണ്. മഞ്ചൂരിയൻ എന്ന് പറയുന്നത് എന്താണ്? മഞ്ചൂരിയൻ എന്ന് പറയുന്നത് സമതലമാണ്. മഞ്ചൂരിയൻ എന്ന് പറയുന്നത് സമതലമാണ്. കണ്ടില്ലേ? സമതലമാണ്. ഥാർ എന്താണ്? ഥാർ നമുക്കറിയാം മരുഭൂമിയാണ്. ഥാർ മരുഭൂമിയാണ്. ഡക്കാൻ പീഠഭൂമി, യാങ്സി താഴ്വരയാണ്, ലഡാക്ക് ശീതമരുഭൂമിയാണ്, ഹിമാലയം പർവ്വതനിരയാണ്. അത്രയും ഓർത്തിരിക്കുക. ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടുന്നു എന്ന് ഓർത്തിരിക്കുക. അതിൽ മഞ്ചൂരിയൻ ഓർത്തിരിക്കുക, യാങ്സി ഓർത്തിരിക്കുക, ലഡാക്ക് ശീതമരുഭൂമിയാണെന്ന് ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. ഹിമാലയം പർവ്വതമാണ്, ഥാർ മരുഭൂമിയാണ്, ഡക്കാൻ പീഠഭൂമിയാണ്, മഞ്ചൂരിയൻ സമതലമാണ്, യാങ്സി താഴ്വരയാണ്, ലഡാക്ക് ശീതമരുഭൂമിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തത് കാലാവസ്ഥ. ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും. ഏഷ്യയുടെ വടക്കുഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്കുഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു ഏഷ്യയുടെ മുകൾ ഭാഗത്ത് എങ്ങനെയാണ്? ആർട്ടിക് സമുദ്രവും കിഴക്ക് പസഫിക് സമുദ്രവുമാണ്, താഴെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ആർട്ടിക് സമുദ്രമാണ് വടക്ക് ഭാഗത്ത്. അപ്പോൾ ഇവിടെ നോക്ക്, ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതലാണ്. കിഴക്കു ഭാഗത്ത് സമുദ്ര സാമീപ്യമുണ്ട് അല്ല, കിഴക്ക് ഭാഗത്താണ് നമ്മൾ പറഞ്ഞത് എന്താ? പസഫിക് സമുദ്രം. അതായതുകൊണ്ട് എന്താണ്? പസഫിക് സമുദ്ര സാമീപ്യമുള്ളതിനാൽ മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. കിഴക്ക് ഭാഗത്ത് സമുദ്ര സാമീപ്യമുള്ളതിനാൽ മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. ഭൂമധ്യരേഖ വടക്ക് ധ്രുവപ്രദേശമാണ്. ആർട്ടിക് സമുദ്രമൊക്കെ കാണപ്പെടുന്നു. നമുക്കറിയാം ധ്രുവപ്രദേശങ്ങളാണ് മുകൾ ഭാഗവും താഴ്ഭാഗവും. അതുകൊണ്ട് തന്നെ അവിടെ തണുപ്പും കൂടുതലാണ്. ഭൂമധ്യരേഖ പ്രദേശമായതുകൊണ്ട്, ഏഷ്യ കിടക്കുന്ന ഭൂമധ്യരേഖ പ്രദേശത്തിൻ്റെ ഭാഗത്താണല്ലോ, അതായതുകൊണ്ട് തെക്ക് ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പോൾ എന്തെല്ലാമാണ് ഭൂപ്രകൃതി സവിശേഷതകൾ? ഏഷ്യയുടെ വടക്ക് ഭാഗത്ത് നല്ല തണുപ്പാണ്.
കിഴക്ക് ഭാഗത്ത് സമുദ്ര സാമീപ്യം ഉള്ളതുകൊണ്ട് മിതമായ ചൂടും തണുപ്പുമാണ്. ഭൂമധ്യരേഖാ പ്രദേശമായതുകൊണ്ട് തെക്ക് ഭാഗത്ത് എങ്ങനെയാണ്? ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. പടിഞ്ഞാറ് ഭാഗം എന്താണ്? മരുഭൂമി ആയതുകൊണ്ട് ചൂട് കൂടുതലാണ്. അപ്പോൾ അത്രയുമാണ് അതിൻ്റെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഭാഗത്ത് വൈവിധ്യങ്ങളാർന്ന ഭൂപ്രകൃതി സവിശേഷതകളാണ്, കാലാവസ്ഥാ സവിശേഷതകളാണ് ഉള്ളത്. ഇവിടെ നോക്കൂ, ഏഷ്യയുടെ സൈബീരിയ, അതായത് ധ്രുവപ്രദേശത്തിനോട് ചേർന്ന ഏഷ്യയുടെ മുകൾ ഭാഗത്ത് സൈബീരിയ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിശൈത്യം അനുഭവപ്പെടുന്ന സൈബീരിയ ഏത് ഭൂഖണ്ഡത്തിലാണ്? സൈബീരിയ ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യയിലാണ്. അതുപോലെ മൗസിൻഡ്രം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രം ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യയിലാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് എങ്ങനെയാണ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ? നെക്സ്റ്റ് ഇവിടെ നോക്കൂ, പടിഞ്ഞാറ് അറേബ്യൻ മരുഭൂമി, അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ് അറേബ്യൻ മരുഭൂമി. അതെവിടെ, ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യയിലാണ്. അത് പടിഞ്ഞാറ് ഭാഗത്ത്. അതായത് പല രീതിയിലാണ്, അതിശൈത്യം, ഉഷ്ണം, പിന്നെ കനത്ത മഴ. അപ്പോൾ ഇതെല്ലാം വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് ഏത് ഭൂഖണ്ഡത്തിലുള്ളത്? ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ളത്. സസ്യജന്തുജാലങ്ങൾ. കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ കാണപ്പെടുന്നുണ്ട്. കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നത് പോലെ തന്നെ പല ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന പല വിഭാഗം സസ്യജന്തുജാലങ്ങളാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ളത്. ഇവിടെ നോക്കൂ, റഫ്ലേഷ്യ, നമുക്കറിയാം ഏറ്റവും വലിയ പുഷ്പം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, ചുവന്ന പാണ്ട, അങ്ങനെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ളത്. ചുവന്ന പാണ്ട ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിക്കാം. ചുവന്ന പാണ്ട ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത ജനജീവിതം. ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. നമുക്കറിയാം, ഏഷ്യയാണ് ഏറ്റവും ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ലോക ജനസംഖ്യയുടെ 60% ഏഷ്യയിലാണുള്ളത്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം നെല്ലുൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ഏഷ്യയിലാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമഭൂമി കൂടിയാണിവിടം. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട്. ഇതാണ് ജനജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്താണ്? ജനസംഖ്യ കൂടുതലാണ്. പിന്നെ എന്താ പറയുന്നത്? ലോകത്തെ ഏറ്റവും അധികം നെല്ലുൽപ്പാദിപ്പിക്കുന്നു. കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് കൂടുതൽ പേരും ജീവിക്കുന്നത്. തിരക്കേറിയ ടോക്കിയോ, മുംബൈ പോലെയുള്ള നഗരങ്ങളോടൊപ്പം തന്നെ തിരക്കില്ലാത്ത ഗ്രാമപ്രദേശങ്ങളും ഏഷ്യയിലുണ്ട്. ഇത് ഏഷ്യയുടെ ഒരു അറ്റ്ലസാണ്. ഏഷ്യയുടെ ഭൗതിക ഭൂപടം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏഷ്യയും യൂറോപ്പും തമ്മിൽ വിഭജിക്കുന്ന യുറാൽ പർവ്വതങ്ങൾ, ഇതിൽ ഉറാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റിൽ യാണ് യുറാൽ പർവ്വതങ്ങൾ, അത് ഈ ഭാഗത്താണ് കാണുന്നത്. പിന്നീട് അറേബ്യൻ മരുഭൂമി ഈ ഭാഗത്ത്. പിന്നെ സൈബീരിയ ഇവിടെ പറയുന്നുണ്ട്. സൈബീരിയ അതിശൈത്യമുള്ള ഭാഗം എന്ന് പറയുന്ന സൈബീരിയ ഏരിയ ഈ ഭാഗത്താണ് വരുന്നത്. സാവന്നയും സഹാറയും കോങ്കോ തടവും കടന്ന് ഭൂമധ്യരേഖ, ഉത്തരായനരേഖ, ദക്ഷിണായനരേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണ്? ഈ 3 രേഖകളും, അതായത് ഭൂമധ്യരേഖയും ഉത്തരായനരേഖയും ദക്ഷിണായനരേഖയും കടന്നു പോകുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ ഭൂഖണ്ഡത്തിനുള്ളത്. ഏതാണ് വിശാലമായ പുൽമേടിൻ്റെ പേരെന്താണ്? സാവന്ന പുൽമേട്. ആഫ്രിക്കയിലുള്ള പുൽമേടിൻ്റെ പേരാണ് സാവന്ന പുൽമേട്. ഇടതൂർന്ന മഴക്കാടുകളുമുണ്ട്. അത് എവിടത്തിൻ്റെ പ്രത്യേകതയാണ്? സാവന്ന പുൽമേടൊക്കെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകതയാണ്. ആഫ്രിക്കയുടെ സ്വാഭാവിക അതിരുകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചിത്രം ഒന്ന് നോക്കാം. ആഫ്രിക്കയുടെ സ്വാഭാവികമായ അതിരുകൾ ഏതാണെന്ന്.
ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് എന്താണ്? ഇവിടെ എന്തായിരിക്കും? ഈ യൂറോപ്പിൻ്റെയും ഈ ആഫ്രിക്കയുടെയും ഇടയിൽ എന്താണ്? മെഡിറ്ററേനിയൻ കടലാണ്. കേട്ടോ, ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് എന്താണ്? മെഡിറ്ററേനിയൻ കടലാണ്. തെക്ക് ഭാഗത്ത് എന്താണ്? തെക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും, അതായത് ഇത് അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും കൂടെ കൂടിച്ചേരുന്ന ഒരു സംഗമ സ്ഥാനമാണ് ഇവിടെ ആഫ്രിക്കയുടെ താഴ്ഭാഗം എന്ന് പറയുന്നത്, തെക്ക് ഭാഗം. അറ്റ്ലാന്റിക് സമുദ്രം ഇങ്ങനെ കിടക്കുന്നു, ഇന്ത്യൻ മഹാസമുദ്രം ഇവിടെ കിടക്കുന്നു, അത് തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ് ആഫ്രിക്കയുടെ തെക്ക് ഭാഗം. വടക്ക് മെഡിറ്ററേനിയൻ കടലാണ്. കിഴക്ക് ഭാഗത്ത് എന്താണ്? കിഴക്ക് ഭാഗത്ത് ഇവിടെ നിന്നുള്ള ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടെ ചേരുന്ന ഭാഗമാണ്. എന്താണ്? ഇന്ത്യൻ ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവുമുള്ള ഭാഗമാണ് എന്ത്? ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗം. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താ? നമുക്കറിയാം, അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം കാണപ്പെടുന്നത് ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പം അത് ആ ചിത്രം മനസ്സിലോട്ട് എടുക്കുക. ആഫ്രിക്കയും യൂറോപ്പും തമ്മിൽ ചേർന്നല്ല ഇരിക്കുന്നത്, അതിനിടയിൽ മെഡിറ്ററേനിയൻ കടലുണ്ട്. ആഫ്രിക്കയുടെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഇപ്പുറത്തെ ഇന്ത്യൻ മഹാസമുദ്രവും പടിഞ്ഞാറുള്ള അറ്റ്ലാന്റിക് സമുദ്രവും ചേരുന്ന ഭാഗമാണ് തെക്ക് ഭാഗം. പിന്നെ ആഫ്രിക്കയുടെ ഇവിടെ കിഴക്ക് ഭാഗത്ത് എങ്ങനെയാണ്? ചെങ്കടലും ഇന്ത്യൻ സമുദ്രവും കൂടെ, ഇന്ത്യൻ സമുദ്രമാണ് അതിൻ്റെ ഒപ്പം ചെങ്കടലും കൂടെ വരുന്ന ഒരു ഭാഗമാണ് ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത്. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം, അതാണ് ആഫ്രിക്കയുടെ അതിരുകൾ എന്ന് പറയുന്നത്. ഇനി വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? 1ാം സ്ഥാനം ഏഷ്യക്കാണെങ്കിൽ 2ാം സ്ഥാനം ആഫ്രിക്കയ്ക്കാണ്. 2ാം സ്ഥാനം ആഫ്രിക്കയ്ക്കാണ്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണിത്. ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട്, ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട്. ഏത്? ആഫ്രിക്ക. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖല മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതകളാണ്. എന്തൊക്കെ സവിശേഷതകളാണ് പറഞ്ഞത്? സഹാറ, ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖല മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ സഹാറയും കോങ്കോ തടം, പിന്നെ സാവന്ന പുൽമേടുകൾ, ഇതെല്ലാം ഏതിൻ്റെ പ്രത്യേകതയാണ്? ഏത് ഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകതയാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകതയാണ്. സാവന്ന പുൽമേട്, സഹാറ മരുഭൂമി, കൂടാതെ കോങ്കോ നദീതടം. ഇവിടെ നോക്കൂ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? നൈൽ നദി. നമുക്കറിയാം. ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരയാണ് കിളിമഞ്ചാരോ. ഇവിടുത്തെ ആഫ്രിക്കയുടെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് കിളിമഞ്ചാരോ. ആഫ്രിക്കയുടെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് കിളിമഞ്ചാരോ പർവ്വതമാണ്. ആഫ്രിക്കയിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്ന് അറ്റ്ലസിൽ നിന്ന് തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആഫ്രിക്കയുടെ ഒരു ഭൗതിക ഭൂപടമാണ് അറ്റ്ലസ് നോക്കാൻ ടെക്സ്റ്റിലുണ്ട്. അതിൽ ആഫ്രിക്കയുടെ അതിർത്തികൾ നമ്മൾ പറഞ്ഞിരുന്നു. ആഫ്രിക്കയുടെ അതിർത്തികൾ എന്ന് പറയുമ്പോൾ വടക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ്. യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും ഇടയിൽ മെഡിറ്ററേനിയൻ കടൽ. തെക്ക് ഭാഗത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും സംഗമസ്ഥാനമാണ്. ഇവിടെ ഗുഡ് ഹോപ്പ് മുനമ്പ്, ആഫ്രിക്കയുടെ ഗുഡ് ഹോപ്പ് മുനമ്പാണ് ഈ കാണുന്നത്. പിന്നെ വടക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ, തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും സംഗമസ്ഥാനം. കിഴക്ക് ഭാഗത്തായിട്ട് ഇവിടെ ചെങ്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഭാഗമാണ് കിഴക്ക് ഭാഗത്തായിട്ട്. പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ പഠിച്ചത് കിളിമഞ്ചാരോ പറഞ്ഞായിരുന്നു. കിളിമഞ്ചാരോ ആയിരുന്നു ആഫ്രിക്കയുടെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പർവ്വതത്തിൻ്റെ ഉയരം വെച്ചിട്ടുണ്ട് 5895. കിളിമഞ്ചാരോ 5895 ഉയരം. പിന്നെ ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞത് മരുഭൂമി, സഹാറ മരുഭൂമി പറയുന്നുണ്ട്. സഹാറ മരുഭൂമി വരുന്ന ഏരിയ ഇതാണ്. പിന്നെ കോങ്കോ നദീതടം എന്ന് പറയുന്നത് ഇതാണ്. കോങ്കോ നദി ഈ ഭാഗമാണ്, ഇതാണ് കോങ്കോ നദീതടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോങ്കോ നദീതടം.
ഇത് ഈ ഭാഗത്താണ്. കലഹാരി മരുഭൂമി ഈ ഭാഗത്തും സഹാറ മരുഭൂമി ഈ ഭാഗത്തുമായിട്ടാണ് കാണുന്നത്. സഹാറ മരുഭൂമിയാണ് ഈ കാണുന്നത്. കലഹാരി മരുഭൂമി ഇവിടെയായിട്ട്. ഈ ചെറിയ ദ്വീപാണ് മഡഗാസ്കർ. ഇതൊക്കെയാണ് ആഫ്രിക്കയുടെ ഒരു ഭൗതിക ഭൂപടം എന്ന് പറയുന്നത്. ഇതിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്ന് അറ്റ്ലസിൽ നിന്ന് തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്. റുങ്വി പർവ്വതം, കാമറൂൺ, മാറ പർവ്വതം, തിബേസ്തി ഇതെല്ലാം കിളിമഞ്ചാരോടൊപ്പം തന്നെ ആഫ്രിക്കയിലുള്ള മറ്റ് പർവ്വതങ്ങളാണ്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര പർവ്വതം കിളിമഞ്ചാരോയാണ്. പിന്നെ സഹാറ മരുഭൂമി എന്താണെന്ന് പറയാം. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരും സഹാറയുടെ സവിശേഷതകളാണ്. എന്താണ്? ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി, ഭൂമിയിലെ തന്നെ, ആഫ്രിക്കയിലെ മാത്രമല്ല ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്നതാണ് സഹാറയിൽ. അവിടെ ഒരുപാട് ഗോത്രവിഭാഗക്കാരും ജീവിക്കുന്നുണ്ട്. അടുത്തത് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഇവിടെ വർഷം മുഴുവനും ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാലാണ് ഇവയ്ക്ക് മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചത്. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയേക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. ഈ സ്ഥലങ്ങളെല്ലാം ഭൂമധ്യരേഖയുടെ അടുത്ത് കാണപ്പെടുന്നതാണ്. അതായത് ഒരു ഭൂഖണ്ഡത്തിൽ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഭാഗങ്ങളെല്ലാം മഴക്കാടുകളായിരിക്കും. ഏതൊരു ഭൂഖണ്ഡം എടുത്താലും, ഇപ്പോൾ ഏഷ്യയുടെ എടുത്താലും ആഫ്രിക്ക എടുത്താലും ഭൂമധ്യരേഖ പ്രദേശത്ത് കാണപ്പെടുന്നവയെല്ലാം മഴക്കാടുകളായിരിക്കും. അതുപോലെ ഒരു ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതെല്ലാം മരുഭൂമിയായിരിക്കും. പടിഞ്ഞാറ് ഭാഗം വരുന്നത് മരുഭൂമി പ്രദേശങ്ങളായിരിക്കും. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതായത് തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്ക് കിഴക്കൻ ഏഷ്യയിൽ മലേഷ്യ, ഇന്തോനേഷ്യ ഇവയെല്ലാം എന്താണ്? ഉഷ്ണമേഖലാ മഴക്കാടുകൾക്ക് ഉദാഹരണങ്ങളാണ്. കോങ്കോ, ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ. ആമസോൺ എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. കോങ്കോ എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഇതെല്ലാം എന്താണ്? ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. ഇത് ഓർത്തിരിക്കണേ. ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊരു കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, പിന്നെ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. ഭൂമധ്യരേഖാ പ്രദേശത്താണ് എന്നുള്ളതൊന്നും ഓർത്തിരിക്കുക. ഉഷ്ണമേഖലാ മഴക്കാടുകൾ കൂടുതലും ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തേക്കുവാണ്. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ഏതാണ്? നമ്മൾ പറഞ്ഞു ഏതാണ്? മരുഭൂമി സഹാറയാണ്. ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ്? ഏറ്റവും ഉയരമുള്ള പർവ്വതം ആഫ്രിക്കയുടെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആഫ്രിക്കയുടെ ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോ. ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം നമുക്കറിയാം, ആഫ്രിക്കയുടെ കോങ്കോ. അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഉഷ്ണമഴക്കാടുകൾ കാണപ്പെടുന്ന ആഫ്രിക്കയുടെ നദീതടം ഏത്? അപ്പോൾ കോങ്കോ. അപ്പോൾ നൈലൊക്കെ അതിൽ പെടും. അപ്പോൾ നദീതടം ഏതാണ്? കോങ്കോയാണ്. ഓപ്ഷൻസിൽ നൈലൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നൈലിലോട്ട് പോകാതെ കോങ്കോയാണെന്ന് ഓർത്തിരിക്കുക. വിശാലമായ പുൽമേടുകൾ അതേതാണ്? സാവന്ന പുൽമേടുകളാണ് ആഫ്രിക്കയുടെ പുൽമേടുകൾ എന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോയാണെന്ന് ഓർത്തിരിക്കുക. സാവന്ന പുൽമേടുകൾ എവിടെയത്തെ പ്രത്യേകതയാണ്? ആഫ്രിക്കയുടെ പ്രത്യേകതയാണ്. ഇനി അവിടുത്തെ കാലാവസ്ഥ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ്. എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിലും. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലും എങ്ങനെയാണ്? ചൂട് കൂടുതലാണ്. അതാണ് അവിടുത്തെ കാലാവസ്ഥ. പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് ആഫ്രിക്കയിൽ. പക്ഷേ തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും ചെറിയൊരു മിതമായ കാലാവസ്ഥ
അനുഭവപ്പെടുന്നു. അടുത്ത സസ്യജന്തുജാലങ്ങൾ. ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ പുൽമേടുകളും സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖല മഴക്കാടുകളും. നമ്മൾ പറഞ്ഞു ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ്. സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ മറ്റു പ്രധാന സവിശേഷതയാണ്. സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം എവിടെയാണത്? ആഫ്രിക്കയിലാണ്. സെറൻഗെറ്റി കാലിക കുടിയേറ്റം. സെറൻഗെറ്റി ആഫ്രിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ. ബയോബാബ് വൃക്ഷം, കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ, കറുത്ത കാണ്ടാമൃഗം, ബയോബാബ് വൃക്ഷം. ഇതെവിടത്തെയാണെന്ന് ചോദിക്കാം. ബയോബാബ് വൃക്ഷം എവിടത്തെയാണ്? ആഫ്രിക്കയിലെയാണ്. ബയോബാബ് വൃക്ഷം, ആഫ്രിക്കൻ കാട്ടുനായ, കറുത്ത കാണ്ടാമൃഗം എവിടുത്തെ പ്രത്യേകതയാണ്? അത് ആഫ്രിക്കയുടെ പ്രത്യേകതയാണ്. ബയോബാബ് വൃക്ഷം ഓർത്തിരിക്കുക. ഇനി പിന്നെ ഓർത്തിരിക്കാനുള്ള ഒരു പോയിന്റ് പറഞ്ഞ് സെറൻഗെറ്റി ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം. സെറൻഗെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസല്ലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയയ്ക്കും കെനിയയ്ക്കുമിടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു. എന്താണ് സെറൻഗെറ്റി? അപ്പോൾ എന്താണ്? ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിലാണ് സീബ്രകളും ഗസലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി യാത്ര ചെയ്യുന്നത്. അങ്ങനെ ആ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കാലിക കുടിയേറ്റം എന്ന് പറയുന്നത്. ആഫ്രിക്കയിൽ ഉടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നുണ്ട്. സെറൻഗെറ്റിയിൽ ലക്ഷക്കണക്കിന് സീബ്രകൾ ഗസലുകൾ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ഇതിനെയാണ് സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം, സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറൻഗെറ്റി എന്ന് പറയുന്നത്. സെറൻഗെറ്റി എന്ന വേർഡ് സ്ഥലപ്പേര് ഓർത്തിരിക്കുക. സെറൻഗെറ്റി. ജനജീവിതം. അവിടുത്തെ ജനജീവിതത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവായി ഇന്നും നിലകൊള്ളുന്നു. അടുത്തത് റോക്കി മുതൽ അപ്പലേച്ചിയൻ വരെ. അത് അത്രയാണ് എന്തെന്ന് പറയുന്നത് ആഫ്രിക്കയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ആഫ്രിക്കയുടെ അതിരുകൾ പറഞ്ഞു, ആഫ്രിക്കയിലെ ഭൂപ്രകൃതി സവിശേഷതകൾ പറഞ്ഞു, പിന്നെ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞു, സസ്യജന്തുജാലങ്ങൾ, ബയോബാബ് വൃക്ഷത്തെക്കുറിച്ച് പഠിക്കുക, സെറൻഗെറ്റിയെക്കുറിച്ച് പറയുക, അതൊക്കെ ഓർത്തിരിക്കുക. ജനജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞു, ഗ്രാമങ്ങളിലാണ് കൂടുതൽ പേരും വസിക്കുന്നത്, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ ഒക്കെ ഉണ്ടായത് അവിടെ നിന്നാണ്. അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത ഭൂഖണ്ഡം റോക്കി മുതൽ അപ്പലേച്ചിയൻ വരെ. ഗ്ലോബ് നിരീക്ഷിച്ച് പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം ഏതാണെന്ന് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതാണ്? പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം. അതാണ് ഏത്? വടക്കേ അമേരിക്ക. ഏതൊക്കെയാണ്? പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കി, വടക്കേ അമേരിക്ക ഏതൊക്കെയാണ്? മുകളിലുള്ളത് ആർട്ടിക് സമുദ്രം, ഈ സൈഡിൽ അതായത് പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രം, കിഴക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രം.
അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, പസഫിക് സമുദ്രവുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് എന്തെന്ന് പറയുന്നത്? വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. പസഫിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ ഇവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വലിയ പങ്കുണ്ട്. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരകളാണ്. ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? വടക്കേ അമേരിക്കയുടെ സ്വാഭാവിക അതിരുകൾ കണ്ടെത്താൻ. നമുക്കൊന്ന് നോക്കാം. വടക്കേ അമേരിക്കയുടെ സ്വാഭാവിക അതിരുകൾ നമ്മൾ പറഞ്ഞത് തന്നെ. എന്താണ്? വടക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തായിട്ട് ആർട്ടിക് സമുദ്രം, തെക്ക് ഭാഗത്തായിട്ട് പസഫിക് സമുദ്രം, കിഴക്ക് ഭാഗത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്രം, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പസഫിക് സമുദ്രം. നമുക്ക് അറ്റ്ലസ് എടുത്തിട്ട് കുറച്ചുകൂടി വൃത്തിയായിട്ടൊന്ന് നോക്കാം ഇതിൻ്റെ അതിരുകൾ എന്തൊക്കെയാണെന്ന്. നോക്കിക്കേ, ഇത് വടക്കേ അമേരിക്കയുടെ ഭൗതിക ഇതാണ്, മാപ്പാണ്. അപ്പം നോക്കാം. ഇതിൽ വടക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രമാണ്. വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രമാണ്. തെക്ക് ഭാഗത്ത് വരുമ്പോൾ സൗത്ത് അമേരിക്കയും കൂടാതെ കരീബിയൻ കടൽ, സൗത്ത് അമേരിക്കയും കരീബിയൻ കടലുമാണ് വടക്കേ അമേരിക്കയുടെ തെക്ക് ഭാഗം എന്ന് പറയുന്നത്. കിഴക്ക് ഭാഗത്ത് എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രം. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. അതിൻ്റെ അതിരുകൾ ഒന്ന് ഓർത്തിരിക്കുക. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരകളാണ് റോക്കി, അപ്പലേച്ചിയൻ എന്നിവ. അപ്പോൾ റോക്കി, അപ്പലേച്ചിയൻ എന്നിവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കേ അമേരിക്കയിലാണ്. റോക്കി, അപ്പലേച്ചിയൻ എന്നിവ വടക്കേ അമേരിക്കയിലാണ്. അറ്റ്ലസിൻ്റെ സഹായത്തോടെ പർവ്വതനിരകളുടെ സ്ഥാനം കണ്ടെത്തും. ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ. എന്താണ് പുൽമേടുകൾ? വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. നദികളാണ് മിസോറി, മിസിസിപ്പി നദികളാണ്. പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയാണ്. പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് ക്യാനിയോൺ. എന്താണ് ഗ്രാൻഡ് ക്യാനിയോൺ? ഒരു താഴ്വരയാണ്. അതൊരു പ്രകൃതിദത്ത അത്ഭുതമാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്ന? വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? റോക്കി, അപ്പലേച്ചിയൻ എന്ന പർവ്വതനിരകൾ, പിന്നെ പ്രയറികൾ എന്ന പുൽമേടുകൾ, മിസോറി, മിസിസിപ്പി എന്ന നദികൾ, പഞ്ചമഹാതടാകങ്ങൾ, ഗ്രാൻഡ് കാനിയോൺ എന്ന താഴ്വര. അപ്പോൾ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഗ്രാൻഡ് കാനിയോൺ എന്ന് നോക്കാം. ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാനിയോൺ. കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഈ ബൃഹത് താഴ്വര. കൊളറാഡോ നദിയുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായ താഴ്വരയാണ് എന്ത്? ഗ്രാൻഡ് കാനിയോൺ. കൊളറാഡോ നദി എവിടെ സ്ഥിതി ചെയ്യുന്നത്? വടക്കേ അമേരിക്ക. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടമാണ് ഗ്രാൻഡ് കാനിയോൺ. യുനെസ്കോയുടെ ലോക പൈതൃക ഇടമാണ് ഗ്രാൻഡ് കാനിയോൺ. കൊളറാഡോ നദിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട താഴ്വരയാണ് ഗ്രാൻഡ് കാനിയോൺ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന തടാകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് പഠിക്കുക. സുപ്പീരിയർ തടാകം, മിഷിഗൺ, ഹ്യൂറോൺ, ഈറി, ഒൻറ്റാറിയോ. ഇത്രയും തടാകങ്ങളെയാണ് പഞ്ചമഹാതടാകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയിൽ പഞ്ചമഹാതടാകങ്ങൾ എന്ന് പറയുന്നത് സുപ്പീരിയർ തടാകം, മിഷിഗൺ തടാകം, ഹ്യൂറോൺ തടാകം, ഈറി, ഒൻറ്റാറിയോ. അപ്പോൾ ഇത്രയുമാണ് പഞ്ചമഹാതടാകങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് വടക്കേ അമേരിക്കയുടെ ഭൂപടം. ഇതിൽ നോക്കിയാൽ നമുക്കറിയാം, ഇതാണ് റോക്കി പർവ്വതനിരകൾ. ഈ ഭാഗത്തായിട്ട് വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് റോക്കി പർവ്വതനിരകളും കിഴക്ക് ഭാഗത്തായിട്ടാണ് അപ്പലാച്ചിയൻ പർവ്വതനിരകളും കാണപ്പെടുന്നത്. റോക്കി പർവ്വതനിരകൾ, അപ്പലാച്ചിയൻ പർവ്വതനിരകൾ.
പിന്നെ ഇത്രയും ഭാഗത്തായിട്ടാണ് പഞ്ചമഹാ തടാകങ്ങൾ കാണപ്പെടുന്നത്. സുപ്പീരിയർ, ഹ്യൂറൻ, പിന്നെ ഈറീസ്, പിന്നെ രണ്ടെണ്ണോട് പറഞ്ഞായിരുന്നു ഒൻറ്റാറിയോയും മിഷിഗണും. അങ്ങനെ ഈ 5 തടാകങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ശുദ്ധജല തടാകങ്ങളാണെന്ന് ഓർത്തിരിക്കണം. പഞ്ചമഹാ തടാകങ്ങൾ. മിസ്സിസിപ്പി, മിസൗറി നദികൾ. ഇതാണ് മിസൗറി നദി, ഇവിടെ മിസ്സിസിപ്പി നദി. ഇപ്പോൾ നദികൾ മിസ്സിസിപ്പി, മിസൗറി നദികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കിക്കേ, കാലാവസ്ഥ എന്താണ് കാലാവസ്ഥയിൽ പറയുന്നത്. ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ്. വടക്ക് ദിക്കിൽ നിന്നും തെക്കോട്ട് നീങ്ങും തോറും താരതമ്യേന ചൂട് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. സസ്യജന്തുജാലങ്ങൾ. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക. പടിഞ്ഞാറ് ഭാഗത്ത് സെക്കോയ വനങ്ങളും മഹാസമുദ്രത്തിലെ പുൽമേടുകളും ഇതിനുദാഹരണമാണ്. വടക്കേ അമേരിക്കയിലെ പുൽമേടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് പുൽമേടുകൾ? പ്രയറികൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സെക്കോയ വനങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാലിഫോർണിയ പോപ്പി, ഇതൊരു പൂവാണ്. കാലിഫോർണിയ പോപ്പി എന്ന് പറയുന്ന ഒരു പൂവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സഗ്വാര കള്ളിച്ചെടി, ഈ ഒരു കള്ളിച്ചെടി നമ്മൾ കാണാറുണ്ട്. അതെന്താണ്? സഗ്വാരോ എന്നാണ് ഇതിൻ്റെ പേര്. സഗ്വാരോ കള്ളിച്ചെടി കാണപ്പെടുന്ന എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. മാറിപ്പോയത്. സഗ്വാരോ കള്ളിച്ചെടി, കാലിഫോർണിയ പോപ്പിയൊക്കെ കാണപ്പെടുന്നു. പിന്നെ മൂസ് എന്നറിയപ്പെടുന്ന ഒരു മാനിൻ്റെ പോലെ കൊമ്പൊക്കെ ആയിട്ടൊരു മൂസ് എന്ന് പറയുന്ന ഒരു ജീവി, അതെവിടെയാണ്? വടക്കേ അമേരിക്കയുടെ പ്രത്യേകതയാണെന്ന് ഓർത്തിരിക്കുക. ഇത് മറന്നുപോയത്. സഗ്വാരോ കള്ളിച്ചെടി കാണുന്നത് ആഫ്രിക്കയിലൊന്നും അല്ല, ഇതെവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ് സഗ്വാരോ കള്ളിച്ചെടി. ജനജീവിതം. അമേരിക്കൻ ഐക്യനാടുകളും കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ടതാണ്. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. അനുകൂല കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നു. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. എസ്കിമോയുടെ തന്നെ മറ്റൊരു പേരാണ് ഇന്യൂട്ടുകൾ. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. ഇന്യൂട്ടുകൾ എവിടുത്തെ ആരാണെന്ന് ചോദിച്ചാൽ വടക്കേ അമേരിക്കയാണെന്ന് ഓർത്തിരിക്കുക. ഇന്യൂട്ടുകൾ വടക്കേ അമേരിക്കയുടെ ഭാഗമാണ്. അതുപോലെ ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ തുടങ്ങിയ വമ്പൻ സിറ്റികളൊക്കെ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. നോക്കൂ, അടുത്ത ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക. ഇനി തെക്കേ അമേരിക്കയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആമസോൺ തടത്തിൽ നിന്ന്. തെക്കേ അമേരിക്കയുടെ ആമസോൺ തടത്തിൽ നിന്ന്. ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂമിയുടെ ശ്വാസകോശം എന്ന് ഇവയെ വിശേഷിപ്പിക്കുന്നു. എന്താണ്? ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തെയാണ്? തെക്കേ അമേരിക്കയെയാണ്. ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ മഴക്കാടുകൾ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ വൈവിധ്യമാർന്നത് കാണപ്പെടുന്ന ആമസോൺ മഴക്കാടുകളിലാണ്. അതെവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ്. അതിരുകൾ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലസിൻ്റെ സഹായത്തോടെ. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, പറഞ്ഞത് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്ത് എന്താണ്? വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രം. പിന്നെ വടക്കേ അമേരിക്കയുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രമാണ് ഇതിൻ്റെ വടക്കെന്ന് പറയുമ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം. പിന്നെ തെക്ക് ഭാഗത്ത് എന്താണ്? ദക്ഷിണ സമുദ്രം. കിഴക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രം തന്നെ. പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രം. അപ്പോൾ ഈ ഒരു ചിത്രം ഓർത്തിരിക്കുക. തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക്കാണ്, കിഴക്ക് ഭാഗത്തും അറ്റ്ലാന്റിക്കാണ്, തെക്ക് ഭാഗത്ത് ദക്ഷിണ സമുദ്രമാണ്, പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രമാണ്. ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസ്, ഏറ്റവും വലിയ നദിയായ ആമസോൺ, ഇത് രണ്ടും എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ആൻഡീസ് പർവ്വതനിരകൾ ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര.
ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ഏറ്റവും വലിയ നദിയായ ആമസോൺ സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയുടെ പ്രത്യേകതയാണ്. അതിവിശാല ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിൻ്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ മരുഭൂമിയാണ് അറ്റക്കാമ. എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. അത് അങ്ങനെ പറയാൻ കാരണം കൂടുതൽ ഓക്സിജൻ പുറപ്പെടുന്നത് ഈ ആമസോൺ മഴക്കാടുകളിൽ നിന്നായതുകൊണ്ടാണ്. അപ്പോൾ ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലാണ്. പിന്നെ ഏറ്റവും നീളമേറിയ പർവ്വതനിര ആൻഡീസ് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. ഏറ്റവും വരണ്ട ഭൂപ്രദേശമായ അറ്റക്കാമ സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗങ്ങളിൽ കൊടിയ ചൂടും സമൃദ്ധമായ മഴയുമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ പ്രത്യേകതയാണ് എന്ത്? ചൂടും ഉണ്ട്, മഴയുണ്ടാകും. അപ്പോൾ കൊടിയ ചൂടും ഉണ്ട്, മഴയുമുണ്ട്. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. തെക്കേ അമേരിക്കയുടെ തെക്ക് ഭാഗത്ത് എങ്ങനെയാണ്? തെക്ക് ഭാഗം ഏതായിരുന്നു? അതിരുന്ന നമ്മൾ പറഞ്ഞ ദക്ഷിണ സമുദ്രമാണ്. അതുകൊണ്ട് അവിടെ എന്താണ്? ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇനി സസ്യജന്തുജാലങ്ങൾ. ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവ വൈവിധ്യ സമൃദ്ധമാണ്. ആമസോൺ, വാട്ടർ ലില്ലി, അനാക്കൊണ്ട മുതലായവയ്ക്ക് പ്രസിദ്ധമാണിവിടം. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകൾ ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടിയുടെയും ഏതിൻ്റെയാണ്? ആൻഡിയൻ ലൂപ്പിൻ ആൻഡീസ് പർവ്വതനിരയിലാണ്. ഈ പുഷ്പച്ചെടിയുടെയും ലാമ പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ. പാൻഡനൽ എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശമാണ്. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നു. സസ്തനിയിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിലാണ്, തെക്കേ അമേരിക്കയിലാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ആൻഡീസ് പർവ്വതനിരയിലെ പുഷ്പം ആൻഡിയൻ ലൂപ്പിൻ. ഇങ്ങനെ നീല ഒരു കളറിൽ ചെടിയിൽ പൂവുണ്ടായി നിൽക്കുന്നു. അതാണ് ആൻഡിയൻ ലൂപ്പിൻ. അതെവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. പിന്നെ ആമസോൺ നദികളിലുള്ള വാട്ടർ ലില്ലി, അത് ആമസോണിൻ്റെ തെക്കേ അമേരിക്കയുടെ പ്രത്യേകത. പിന്നെ ലാമ, അത് ഈ ഒരു മൃഗത്തിനെയാണ് ലാമ എന്ന് പറഞ്ഞത്. സസ്തനിയാണ്. അതുപോലെ തന്നെ സസ്തനിയാണ് കാപ്പിബാര എന്ന് പറയുന്ന സസ്തനി. അപ്പോൾ ഇതും എന്താണ്? ലാമയും ഒക്കെ തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന സസ്യജന്തു വൈവിധ്യങ്ങളാണ്. അപ്പോൾ ഓരോ മൃഗങ്ങളും ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിലാണ് എന്ന് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ആൻഡീസ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാം. ആമസോൺ വാട്ടർ ലില്ലി അത് ഓർത്തിരിക്കാം. ലാമ കാപ്പിബാര എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ലാമ കാപ്പിബാര. ഓക്കെ. അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്? തെക്കേ അമേരിക്കയിലെ ജനങ്ങൾ അധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവിടങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. തദ്ദേശീയർ, യൂറോപ്യർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എന്നിവരുടെ സാന്നിധ്യത്താൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്കും ശ്രദ്ധേയമാണ് ഈ ഭൂഖണ്ഡം. അപ്പോൾ ഏതൊക്കെ നാട്ടുകാരാ? തദ്ദേശീയരുണ്ടാവും, അതായത് തെക്കേ അമേരിക്കക്കാരുണ്ട്. പിന്നെ കൂടാതെ യൂറോപ്യന്മാർ ചെല്ലുന്നുണ്ട്, ആഫ്രിക്കക്കാരുണ്ട്, ഏഷ്യക്കാരൊക്കെ ചെല്ലുന്നതുകൊണ്ട് സാംസ്കാരിക വൈവിധ്യങ്ങൾക്കും ശ്രദ്ധേയമാണ് തെക്കേ അമേരിക്ക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തെക്കേ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വെളുത്ത ഭൂഖണ്ഡം തേടി. നമുക്കറിയാം വെളുത്ത ഭൂഖണ്ഡം ഏതാണ്? അന്റാർട്ടിക്കയാണ്. ഇത് തന്നിരിക്കുന്ന 2 ചിത്രങ്ങൾ മൈത്രി, ഭാരതി. നമുക്കറിയാം ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഇന്ത്യയുടെ 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി, ഭാരതി. എവിടെയുള്ളതാണ്? അന്റാർട്ടിക്കയിലുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഏത് ഭൂഖണ്ഡത്തിലാണ് മൈത്രിയും ഭാരതിയും സ്ഥിതി ചെയ്യുന്നത്? അന്റാർട്ടിക്കയിലാണ്. ഈ വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും ഈ ഹിമപാളിയിൽ അടങ്ങിയിരിക്കുന്നു. അതായത് ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ്? അന്റാർട്ടിക്കൻ ഭൂമിയുടെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും എവിടെയാണ്? അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുമാണ്. അന്റാർട്ടിക്കയുടെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഗ്ലോബിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇങ്ങനെയാണ് നമുക്ക് ധ്രുവപ്രദേശങ്ങളിലായിട്ടാണ് ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ. അതായത്
പൂർണ്ണമായും തെക്ക് വടക്ക് കിഴക്ക് അങ്ങനെ അതിരുകളില്ല. പൂർണ്ണമായിട്ടും എന്ത് തന്നെയാണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അത് ഏത് സമുദ്രമാണ്? ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ദക്ഷിണ ധ്രുവത്തിൽ അന്റാർട്ടിക്ക ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടാണ് അന്റാർട്ടിക്ക സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. എന്തൊക്കെയാണ് ഭൂപ്രകൃതി സവിശേഷതകൾ എന്ന് നോക്കാം. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. അപ്പോൾ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിച്ചിട്ടുണ്ട്. അതിന് കാരണം ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ്. അപ്പോൾ ഒരു പർവ്വതനിരയാണ് അങ്ങനെ വിഭജിക്കുന്നത്, ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകൾ. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഭൂപ്രകൃതി വിഭാഗം അന്റാർട്ടിക് ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഏതിനോട് ചേർന്നാണ്? തെക്കേ അമേരിക്കയ്ക്ക് ചേർന്ന് കിടക്കുന്നതാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫ്. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ എന്താണ്? അഗ്നിപർവ്വതങ്ങളുണ്ട്. ഏറ്റവും വലിയ പർവ്വതം ഏതാണ്? അന്റാർട്ടിക്കയിലെ വിൻസൺ മാസിഫ്. കാലാവസ്ഥ. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീതമരുഭൂമിയാണ്. നമുക്കറിയാം അന്റാർട്ടിക്കയുടെ സ്ഥാനം അതിൻ്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നു. സസ്യജന്തുജാലങ്ങൾ. ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽ വർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. ഈ ഭൂഖണ്ഡത്തിൻ്റെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളും സീലുകളുടെയും ആവാസ കേന്ദ്രമാണ്. അപ്പോൾ സസ്യജന്തുജാലങ്ങളൊന്നും അധികം ഇല്ല. സസ്യങ്ങളിൽ എന്താണുള്ളത്? ഒരു പായൽ വർഗ സസ്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ എന്താണ്? തരിശായി കിടക്കുകയാണ്. പിന്നെ ജീവികൾ എന്ന് പറയാൻ പെൻഗ്വിനും സീലുകളുമാണ് ഉള്ളത്. ഇതാണ് അന്റാർട്ടിക്കയുടെ ചില ഭാഗങ്ങളിൽ പായലുകളുണ്ട്. പിന്നെ പെൻഗ്വിനുകൾ, പിന്നെ സീലുകൾ. ഇതാണ് അവിടുത്തെ സസ്യജന്തുജാലങ്ങളുടെ പ്രത്യേകത. ജനജീവിതം എങ്ങനെയാണ്? മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പാരിസ്ഥിതിക സവിശേഷതകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രികരും മാത്രമാണ് ഇവിടെ എത്തുന്നത്. ഗവേഷണം നടത്തുന്നവർ, പിന്നെ യാത്ര ചെയ്യുന്നവർ, സാഹസിക യാത്രികർ മാത്രമാണ് അന്റാർട്ടിക്കയിലുള്ളൂ. അല്ലാതെ ജനജീവിതമില്ലാത്ത ഒരു ഭൂഖണ്ഡമാണ് എന്ത്? അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക് എന്താണെന്ന് നോക്കാം. സാഹസികരായ നാവികരുടെ ചരിത്രപ്രസിദ്ധങ്ങളായ യാത്രകളാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്ര നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സമുദ്രമാർഗം അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകൾ ചരിത്ര പ്രാധാന്യമുള്ളവയാണ്. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള യാത്ര തിരിച്ചത്? യൂറോപ്പിൽ നിന്നാണ് കേട്ടോ. വാസ്കോഡ ഗാമ ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്? യൂറോപ്പിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്. നോക്കാം. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപ്പാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് യൂറോപ്പിനെ കുറിച്ചാണ്. യൂറോപ്പിൽ എന്തൊക്കെയുണ്ട്? ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപ്പാത്തിയൻ. ഇതാണ് പർവ്വതനിരകൾ യൂറോപ്പിലെ. ആൽപ്സ് പർവ്വതനിര എവിടെയാണ്? യൂറോപ്പിലാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് എവിടെയാണ്? യൂറോപ്പിലാണ്. കാർപ്പാത്തിയൻ എവിടെയാണ്? യൂറോപ്പിലാണ്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ് നദി, വോൾഗ നദി, റൈൻ നദി ഇവയെല്ലാം എവിടെയാണ്? യൂറോപ്പിലാണ്. ഡാന്യൂബ് നദി, വോൾഗ, റൈൻ നദി. അപ്പോൾ 3 പർവ്വതനിര പഠിച്ചു, 3 നദികൾ പഠിച്ചു. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കർപ്പാത്തിയൻ പർവ്വതനിരകൾ. നദികൾ ഏതൊക്കെയാണ്? ഡാന്യൂബ്, വോൾഗ, റൈൻ. ഇതൊക്കെ എവിടെയാണുള്ളത്? യൂറോപ്പിലാണ്. യൂറോപ്പിൽ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളാണ് സ്റ്റെപ്പി. എന്താണ് യൂറോപ്പിലെ പുൽമേടുകൾ? സ്റ്റെപ്പി. യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. എന്താണ് ഫിയോർഡുകൾ അല്ലെങ്കിൽ ഫിജോർഡുകൾ? ഫിയോർഡുകൾ അല്ലെങ്കിൽ ഫിജോർഡുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വടക്കൻ തീരത്താണ് കാണുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നോർവേയിലെ ഫിയോർഡ് തീരങ്ങൾ. സാധാരണയായി ഫിയോർഡ്സ് സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചെരുവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോർഡുകൾ. കണ്ട, 2 പർവ്വതങ്ങളുടെ ഇടയിലുള്ള ഇടുങ്ങിയ കടൽ തീരങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഫിയോർഡുകൾ എന്ന് പറയുന്നത്. യൂറോപ്പിലാണ് അത് കാണുന്നതെന്ന് ഓർത്തിരിക്കുക. ഫിയോർഡുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? യൂറോപ്പിലാണ്.
യൂറോപ്പിലാണ്. അതായത് പർവ്വതങ്ങൾ ചുറ്റപ്പെട്ടതോ അല്ലെങ്കിൽ കുത്തനമായ ഈ താഴ്വരകൾ, ചെരുവുകൾക്കിടയിലേക്ക് കയറി നിൽക്കുന്ന ആ കടൽ ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? കടൽ തീരങ്ങളെയാണ് ഫിയോഡുകൾ അല്ലെങ്കിൽ ഫിജോഡുകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്, വടക്കൻ യൂറോപ്പിൻ്റെ പ്രത്യേകതയാണ്. കാലാവസ്ഥ. യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഈ വൻകരയുടെ വടക്ക് ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണ്. വടക്ക് ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ട്, അല്ലെങ്കിൽ മിതമായ ചൂടും തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് യൂറോപ്പിലുള്ളത്. സസ്യജന്തുജാലങ്ങൾ. യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. എന്താണ്? പുൽമേടുകളും മുന്തിരിത്തോട്ടങ്ങളുമാണ്. പുൽമേടുകളും മുന്തിരിത്തോട്ടങ്ങളുമാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. കോർക്ക് ഓക്ക് മരങ്ങൾ ഇവിടുത്തെ പ്രത്യേകതയാണ്, യൂറോപ്പിൻ്റേതാണ് കേട്ടോ. കോർക്ക് ഓക്ക് മരങ്ങൾ യൂറോപ്പിലെ പ്രത്യേകതയാണ്. ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്, നമ്മൾ പറഞ്ഞു സ്റ്റെപ്പി പുൽമേട് എവിടെയാണ്? യൂറോപ്പിലാണ് പുൽമേട്, സ്റ്റെപ്പി പുൽമേട്. ലിൻക്സ് എന്ന് പറയുന്ന പുലി പോലെയുണ്ട് അല്ലേ? ലിൻക്സ് എന്ന് പറയുന്ന ജീവിവർഗം എവിടെയാണ്? ലിനക്സ് എവിടെയാണത്? യൂറോപ്പിലാണ്. യൂറോപ്പിൽ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല, ഫാഷൻ, സാങ്കേതിക വിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ്. അപ്പോൾ പാരീസ് എവിടെയാണ്? യൂറോപ്പിലാണ്. ലണ്ടൻ എവിടെയാണ്? യൂറോപ്പിലാണ്. ബെർലിൻ എവിടെയാണ്? യൂറോപ്പിലാണ്. ഏതൻസ്, റോം എന്താണ് പഴക്കം ചെന്ന നഗരങ്ങൾ, അവരൊക്കെ എവിടെയാണ്? യൂറോപ്പിലാണ്. ഇനി അടുത്തത്, ഇത്രയാണ് യൂറോപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി സഞ്ചി മൃഗങ്ങൾ. നമുക്കറിയാം സഞ്ചി മൃഗങ്ങൾ കാണപ്പെടുന്നത് കങ്കാരു എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. എന്താണെന്ന് നോക്കാം. സവിശേഷതകൾ ധാരാളമുള്ള മൃഗങ്ങളാണ് കങ്കാരുകൾ. ഇവ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട, ഇതിൻ്റെ സ്വാഭാവിക അതിരുകൾ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഓസ്ട്രേലിയയുടേത്? നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയുടേത് ഇവിടെ നോക്കിക്കേ, ഇത് ഓസ്ട്രേലിയയുടെ വടക്കെന്താണ്? പസഫിക് സമുദ്രം. തെക്കെന്താണ്? ദക്ഷിണ സമുദ്രം. കിഴക്കെന്താണ്? പസഫിക് സമുദ്രം. പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ അങ്ങനെയാണ് കിടക്കുന്നത്. വടക്ക് പസഫിക് സമുദ്രത്തിൻ്റെ കുറച്ച് ഭാഗവും ഏഷ്യയുടെ കുറച്ച് ഭാഗമായിട്ടാണ് കിടക്കുന്നത്. കിഴക്ക് പസഫിക് സമുദ്രമാണ്. പിന്നെ തെക്ക് ഭാഗത്തായിട്ട് ദക്ഷിണ സമുദ്രം വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രമാണ് വരുന്നത്. അതാണ് എന്ത്? ഓസ്ട്രേലിയയുടെ അതിരുകൾ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയയാണ്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? അന്റാർട്ടിക്ക. മറന്നു പോകരുത്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. എന്താണ്? ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു പർവ്വതനിര പഠിച്ചു, ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിലൊന്നാണ്. മരുഭൂമിയാണ് എന്ത്? ഗ്രേറ്റ് വിക്ടോറിയ. ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാന മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ. പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ കിഴക്കൻ തീരഭാഗമാണ് എന്ത്? ഗ്രേറ്റ് ബാരിയർ റീഫ്. മുറേ ഡാർലിംഗ് നദീതടം എന്താണ്? കാർഷിക മേഖലയാണ്. നദീതടമാണ് മുറേ ഡാർലിംഗ് നദീതടം. ഓസ്ട്രേലിയയിലാണെന്ന് ഓർത്തിരിക്കുക. ഏത് ഭൂഖണ്ഡത്തിലാണ് മുറേ ഡാർലിംഗ് നദീതടം? ഓസ്ട്രേലിയയിലാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ്, ഗ്രേറ്റ് വിക്ടോറിയ, ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്, മുറേ ഡാർലിംഗ് നദീതടം ഇവ എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. കാലാവസ്ഥ. ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ്. ഭൂഖണ്ഡത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ചയുടെ തീവ്രത വർദ്ധിക്കുന്നു. അപ്പോൾ വരണ്ട കാലാവസ്ഥയാണ് എന്ത്? ചൂടാണ് ഓസ്ട്രേലിയയിൽ.
സസ്യജന്തുജാലങ്ങൾ. ഓസ്ട്രേലിയയിലൂടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായി. മാർസുപ്പിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഇതിനുദാഹരണമാണ്. മാർസുപ്പിയലുകൾ, മുട്ടയിടുന്ന സസ്തനികൾ, മാർസുപ്പിയലുകൾ. ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങൾ എന്താണെന്ന് നോക്കാം. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗം മാർസുപ്പിയലുകളാണ്. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന കങ്കാരു, കൊആള എന്നിവ മാർസുപ്പിയലുകൾക്ക് ഉദാഹരണമാണ്. അങ്ങനെയുള്ള ജീവികൾക്കെല്ലാം കൂടെ പറയുന്നതാണ് മാർസുപ്പിയലുകൾ. എന്തിനാണ്? കങ്കാരു, കോല, കങ്കാരു ഇവ രണ്ടും എവിടെയാണ് കാണപ്പെടുന്നത്? ഓസ്ട്രേലിയയിലാണ്. കോല. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനികളാണ് പ്ലാറ്റിപ്പസ്, എക്കിഡ്ന. ഇത് രണ്ടും, പ്ലാറ്റിപ്പസും എക്കിഡ്നയും മുട്ടയിടുന്ന സസ്തനികളാണ്. പ്ലാറ്റിപ്പസും എക്കിഡ്നയും എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നു. അപ്പോൾ ഇതാണ് പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, മുട്ടയിടുന്ന സസ്തനികൾ. ഇതാണ് ക്വാല എന്ന് പറയുന്ന കങ്കാരു പോലത്തെ സഞ്ചിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന ജീവി. പിന്നെ യൂക്കാലിപ്റ്റസും അക്കേഷ്യയുമാണ് പറഞ്ഞത്. യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ സസ്യങ്ങളാണ്. ഇവിടുത്തെ ജനജീവിതം. ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്രക്കാർ. ജനജീവിതം. ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്രവിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിനുടമയാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബേൻ നഗരങ്ങളാണ്. സിഡ്നി എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. മെൽബൺ, ബ്രിസ്ബേൻ ഇവിടെയെല്ലാം എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. മരുഭൂമി, ഗ്രേറ്റ് വിക്ടോറിയ. നമ്മൾ പറഞ്ഞായിരുന്നു ഓസ്ട്രേലിയയുടെ വലിയ മരുഭൂമി ഏതാണ്? ഗ്രേറ്റ് വിക്ടോറിയ. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഭൂപ്രദേശം ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ്. ഫലഭൂയിഷ്ഠമായ നദീതടം ഏതാണ്? എന്താണ് നമ്മൾ പറഞ്ഞത്? നദീതടം മുറേ ഡാർലിംഗ് നദീതടം. പർവ്വതനിര ഏതാണ് നമ്മൾ പറഞ്ഞത്? ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1 അവസാനിച്ചിരിക്കുകയാണ്. സോഷ്യൽ സയൻസ് ക്ലാസ് 6ൻ്റെ ഭാഗം 1 അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തത് ക്ലാസ് 6ൻ്റെ ഭാഗം 2 വരാം. അതിനു മുമ്പ് ഒന്ന് റിവിഷൻ ചെയ്യുക. ക്ലാസ് 6 പാർട്ട് 1 5 ചാപ്റ്റേഴ്സ്, 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 7 ചാപ്റ്റേഴ്സാണ്. ഈ 7 ചാപ്റ്റേഴ്സും ഒന്ന് റിവിഷൻ ചെയ്യുക. എപ്പോഴും ഇങ്ങനെ ക്ലാസ് കണ്ടുപോവുകയോ അല്ലെങ്കിൽ വായിച്ചു പോകുന്നതിന് പകരം ഇടയ്ക്ക് ഒരു ദിവസം റിവിഷനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് റിവിഷൻ ചെയ്യുക. അപ്പോഴേക്കും ഞാൻ അടുത്ത പാർട്ടുമായിട്ട് വരാം. അതുവരെ ബായ്.